Good morning all. Happy Independence Day. Welcome to a Dream Classroom. ഇന്ന് നമ്മളുടെ സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ 4th യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. എന്താണ് 4th യൂണിറ്റ് എന്ന് നോക്കാം. സബാൾട്ടൻ ക്രിറ്റിക്. സബാൾട്ടൻ എന്ന് പറഞ്ഞാൽ ആരാ? സബാൾട്ടൻ ക്രിറ്റിക്, കീഴാളവർഗം. കീഴാളവർഗത്തെക്കുറിച്ചാണ് ഇവിടെ നിരൂപണം നടത്തുന്നത്. കീഴാളവർഗം എന്ന് പറഞ്ഞാൽ ആരാ? ലോവർ ക്ലാസ്, അതായത് സൊസൈറ്റിയിലെ ലോവർ ക്ലാസ്സുകളായിട്ടുള്ള താഴേക്കിടയിലുള്ള ആളുകളെയാണ് കീഴാളവർഗം അഥവാ സബാൾട്ടേൺ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4th യൂണിറ്റാണ് സബാൾട്ടേൺ ക്രിറ്റിക്. സബാൾട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കീഴാളവർഗമാണ് എന്നറിയാം. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. ഇൻഡോളജിക്കൽ, അതിൽ വരുന്ന പ്രധാന പോയിന്റാണ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ്. എന്താണ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ത്രൂ ഈസ് ക്ലാസിക്കൽ ടെക്സ്റ്റ് ആൻഡ് ലിറ്ററേച്ചർ. ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളെ കുറിച്ചും ലിറ്ററേച്ചറിനെ കുറിച്ചുമുള്ള ഒരു പഠനമാണ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ്. ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് അപ്പൊ 2 തരത്തിലാണ് ഇതിൽ പറയുന്നത്. ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സും ഉണ്ട്, കൊളോണിയൽ ഡിസ്കോഴ്സും ഉണ്ട്. ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ത്രൂ ഈസ് ക്ലാസിക്കൽ ടെക്സ്റ്റ് ആൻഡ് ലിറ്ററേച്ചർ. ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള ക്ലാസിക്കൽ ടെക്സ്റ്റുകളെയും ലിറ്ററേച്ചറുകളും അടങ്ങുന്നതാണ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ്. എന്നാൽ കൊളോണിയൽ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ബൈ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഓൺ ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഗിവൺ ബൈ ഡിഫറെന്റ് സ്കോളേഴ്സ്. അതായത് ദേശീയ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സമൂഹത്തിലെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ കുറിച്ച് പഠിക്കുന്നു ആരെ? ഡിഫറെന്റ് സ്കോളേഴ്സ്. സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ബൈ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഓൺ ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഗിവൺ ബൈ ഡിഫറെന്റ് സ്കോളേഴ്സ്. അപ്പൊ വ്യത്യസ്ത സ്കോളേഴ്സ് ഇന്ത്യയുടെ ദേശീയ മൂവ്മെന്റിന്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിലെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ കുറിച്ച് പഠിക്കുക എന്നതാണ് ഏതിൽ ചെയ്യുന്നത്? കൊളോണിയൽ ഡിസ്കോഴ്സ്. കൂടാതെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സബാൾട്ടൻ. ഈ സബാൾട്ടൻ എന്ന് പറഞ്ഞാൽ ആരാണ്? താഴേക്കിടയിലുള്ള ആളുകളെ, കീഴാളവർഗം എന്നാണ്, കീഴാളത്വം എന്നാണ് സബാൾട്ടൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ the concept of subaltern coined by Italian scholar Antonio Gramsci. അതായത് ഈ സബാൾട്ടൻ എന്ന ആശയം, കീഴാളവർഗം എന്ന ആശയം ഇവിടെ ആരും വ്യക്തമാക്കി തന്നത് ആരാണ്? ഇറ്റാലിയൻ സ്കോളർ ആയിട്ടുള്ള ആന്റോണിയോ ഗ്രാംസിയാണ്. ഗ്രാംസി, GRAMSCI. അവിടെ SCI എന്ന് പറയുമ്പോൾ എസ് അവിടെ കുറച്ച് സൈലന്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുക. അപ്പോ സബാൾട്ടേൺ എന്ന ഈ ഒരു പദം ഇവിടെ, ഈ ഒരു ആശയം ഇവിടെ ആദ്യമായിട്ട് കോയിൻഡ് ചെയ്തത് ആരാണ്? ഇറ്റാലിയൻ സ്കോളർ ആയിട്ടുള്ള ആന്റോണിയോ ഗ്രാംസി. ഈ ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് സ്റ്റാർട്ടഡ് എ ന്യൂ ട്രെൻഡ്. ഒരുപാട് സ്കോളേഴ്സ് ഈ സബാൾട്ടനെ കുറിച്ച്, അത് കീഴാളവർഗത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെ സ്കോളേഴ്സ് ആണ് ഈ കീഴാളവർഗത്തെ കുറിച്ച്, സബാൾട്ടനെ കുറിച്ച് പറയുന്നത് നോക്കാം. രഞ്ജിത്ത് ഗുഹ, ഡേവിഡ് ഹാർഡിമാൻ, പർദ ചാറ്റർജി, ഷാഹിദ് ആമിൻ, ഗയേന്ദ്ര പാണ്ഡ്യ, ഡേവിഡ് അർണോൾഡ്, സുമിത് സർക്കാർ, ദിവേഷ് ചക്രബർത്തി ആൻഡ് അതേഴ്സ്. ഇപ്പൊ ആരൊക്കെയാണ് ഈ സബാൾട്ടേൺ എന്ന് പറഞ്ഞ കീഴാളവർഗത്തെ കുറിച്ച്, നമുക്ക് കീഴാളർ അനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിവ് തന്ന ആളുകൾ ആരൊക്കെയാണ്? രഞ്ജിത്ത് ഗുഹ, ഡേവിഡ് ഹാർഡിമാൻ, പർദ ചാറ്റർജി, ഷാഹിദ് ആമിൻ,
ഗജേന്ദ്ര പാണ്ഡ്യ, ഡേവിഡ് അർണോൾഡ്, സുമിത് സർക്കാർ, ദീപേഷ് ചക്രബർത്തി ആൻഡ് അതേഴ്സ്. ഇത്രയും ആളുകളാണ് സമൂഹത്തിൽ കീഴാള വർഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ നൽകാൻ സഹായിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ദ കൺസെപ്റ്റ് ഓഫ് സബാൾട്ടേൺ, കീഴാളരെ കുറിച്ചുള്ള ആശയം. എന്താണ് കൺസെപ്റ്റ് ഓഫ് സബാൾട്ടേൺ? നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. ദ ടേം സബാൾട്ടേൺ വാസ് കോയിൻഡ് ബൈ ആന്റോണിയോ ഗ്രാംസി. സബാൾട്ടേൺ എന്ന ആശയം ആദ്യം ഇവിടെ കൊണ്ടുവന്നത് ആന്റോണിയോ ഗ്രാംസിയാണ്. ഇനീഷ്യലി ഇറ്റ് വാസ് വൈഡ്ലി യൂസ്ഡ് ടു ഡിനോട്ട് ഇൻഫീരിയർ റാങ്ക് ഇൻ ആർമി, ബട്ട് nowadays the term subaltern implies pupil of inferior rank for his her various attributes such as economic condition, race, ethnicity, gender, caste, orientation. അതായത് ഇൻഫീരിയർ ഇവിടെ എന്താ പറയുന്നത്? ആന്റോണിയോ ഗ്രാംസി എന്താണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് താഴ്ന്ന റാങ്കിൽ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. താഴ്ന്ന ഇൻഫീരിയർ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? താഴ്ന്ന റാങ്ക്. അപ്പൊ ആ താഴ്ന്ന റാങ്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഏത് ഉപയോഗിക്കുന്നത്? ഈ സബാൾട്ടേൺ എന്ന പദം ഉപയോഗിക്കുന്നത്. അതായത് അപ്പൊ സബാൾട്ടേൺ എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? ആന്റോണിയോ ഗ്രാംസിയാണ്. തുടക്കത്തിൽ തന്നെ സൈന്യത്തിന്റെ താഴ്ന്ന റാങ്കിനെ ഇത് സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എന്നാൽ അതേപോലെ തന്നെ സബാൾട്ടൺ എന്ന പദം വംശം, വംശീയത, ലിംഗഭേദം, സാമ്പത്തിക സ്ഥിതി പോലുള്ള വിവിധ ഗുണങ്ങൾ കാരണം ആളുകൾ എന്ത് ചെയ്യപ്പെടുന്നു? ഈ കണ്ടീഷനിലൂടെയൊക്കെയാണ് ആളുകളെ ഏത് പേരിലൂടെ അറിയപ്പെടുന്നത്? ഓരോ ആളുകളുടെയും എന്തൊക്കെ നോക്കുന്നുണ്ട്? ഒരാളേനും സബാൾട്ടേൺ, കീഴാള വർഗം എന്ന് വിളിക്കുമ്പോൾ അയാളുടെ എന്തൊക്കെ പരിശോധിക്കുന്നുണ്ട്? സാമ്പത്തിക സ്ഥിതി, എക്കണോമിക് കണ്ടീഷൻ, റേസ്, അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കും. പിന്നെന്താണ്? വംശം, വംശീയത, റേസ് എന്ന് പറഞ്ഞാൽ വംശം, എത്നിസിറ്റി പറഞ്ഞാൽ വംശീയത, ജെൻഡർ എന്ന് പറഞ്ഞാൽ ലിംഗഭേദം, കാസ്റ്റ് പറഞ്ഞാൽ ജാതി. ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കീഴാള വർഗം, സൈന്യത്തിലെ തന്നെ കീഴാള വർഗമായി തരം തിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സബാൾട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പൊ സബാൾട്ടേൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആന്റോണിയോ ഗ്രാംസിയാണ്. അതേപോലെ തന്നെ അത് നമ്മളുടെ സൈന്യത്തിൽ വരുന്ന താഴേക്കിടയിലുള്ള റാങ്കിലുള്ളവരെയാണ് സബാൾട്ടേൺ എന്ന് പറയുക. ഒരു താഴേക്കിടയിലുള്ള സൈന്യത്തിലെ ആളുകളേനെ അങ്ങനെ തരം തിരിക്കുക എന്തൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്? അവരുടെ സാമ്പത്തിക സ്ഥിതിയും, റേസും, എത്നിസിറ്റിയും, ജെൻഡറും, കാസ്റ്റ് ഓറിയന്റേഷനും ഒക്കെ പരിശോധിച്ചിട്ടാണ് സൈന്യത്തിലെ ആളുകളേനെ താഴേക്കിടയിലുള്ള റാങ്കിലേക്ക് ഇടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള രീതിയെയാണ് സബാൾട്ടേൺ എന്ന് പറയുന്നത് എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫ്. അടുത്തതാണ് സെക്കൻഡ് പാരഗ്രാഫ്. Italian neo-Marxist Antonio Gramsci initiated the concept of subaltern in his prison notebook, signify marginalized people. ഇറ്റാലിയൻ നിയോ-മാർക്സിസ്റ്റ് ആന്റോണിയോ ഗ്രാംസി, ഈ ഇറ്റാലിയൻ നിയോ-മാർക്സിസ്റ്റ് ആയിട്ടുള്ള ആന്റോണിയോ ഗ്രാംസി ഈ സബാൾട്ടനെ കുറിച്ച് വിവരിക്കുന്നതിന് വേണ്ടി ഒരു പ്രിസൺ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഈ സബാൾട്ടന്റെ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ എഴുതുന്നതിന് വേണ്ടി എന്ത് ചെയ്തു എന്നാ പറയുന്നത്? നമ്മളുടെ ആന്റോണിയോ ഗ്രാംസി അദ്ദേഹം ഒരു പ്രിസൺ നോട്ട് ബുക്ക് എന്ന പേരിൽ ഒരു അതായത് പ്രിഫൺ നോട്ട് ബുക്ക് എന്ന പേരിൽ ഒരു നോട്ട് ബുക്ക് ആർക്ക് വേണ്ടി എഴുതി വെച്ചു? സബാൾട്ടന് വേണ്ടി എഴുതി വെച്ചു. കാരണം അടിച്ചമർത്തപ്പെട്ടവരാണ് സബാൾട്ടൻ. ഇൻ ജനറൽ സബാൾട്ടൻ ഇംപ്ലൈസ് പീപ്പിൾ ഹു ആർ ഓഫ് ഇൻഫീരിയർ റാങ്ക്, ബട്ട് ഗ്രാംസി യൂസേഴ്സ് ടേം ഇൻ മച്ച് ബോർഡർ സെൻസ് നാട്ടോ.
broader sense than its general meaning. അപ്പൊ ഒരു എന്താണ് പറയുന്നത്? സബാൾട്ടേൺ ആശയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? താഴേക്കിടയിലുള്ള ആളുകളെ കുറിച്ച് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്ലംസി ഒരു പ്രിഫർഡ് നോട്ട് ബുക്ക് എന്ന പേരിൽ ഒരു നോട്ട് ബുക്കിന് രൂപം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ആരുടെ കാര്യങ്ങളെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്? ഈ സബാൾട്ടേന്റെ ജീവിത രീതിയെ കുറിച്ചൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇൻ ജനറൽ പൊതുവായിക്കൊണ്ട് സബാൾട്ടേൺ ഇംഗ്ലീഷ് പീപ്പിൾ വാർ ഇൻഫീരിയർ റാങ്ക്. സബാൾട്ടൻ പീപ്പിൾ ഏത് റാങ്കിലാണ്? ഇൻഫീരിയർ റാങ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത രീതികളെ കുറിച്ചും അവരെ കുറിച്ചുള്ള പൊതുവായ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പുസ്തകം എഴുതിയിരുന്നു നമ്മളുടെ ആന്റോണിയോ ഗ്രാംസി. ആ പുസ്തകത്തിന്റെ പേരാണ് പ്രിഫർഡ് നോട്ട് ബുക്ക്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വ്യക്തമാക്കാനുള്ളത്. അടുത്തതാണ് ആന്റോണിയോ ഗ്രാംസി. ആന്റോണിയോ ഗ്രാംസിയെ കുറിച്ചൊരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ എന്താണ് സബാൾട്ടേൺ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇൻഫീരിയർ റാങ്കിലുള്ള ആളുകളെയാണ് സബാൾട്ടേൺ എന്ന് പറയുക. അവർക്ക് വേണ്ടി ആന്റോണിയോ ഗ്രാംസി എഴുതിയ ബുക്കിന്റെ പേരാണ് പ്രിഫർഡ് നോട്ട് ബുക്ക്. ആന്റോണിയോ ഗ്രാംസിയെ കുറിച്ച് നമുക്ക് എന്താ നോക്കാം. ആന്റോണിയോ ഗ്രാംസി വാസ് ആൻ ഇറ്റാലിയൻ നിയോ മാർക്സിസ്റ്റ്. ഒരു ഇറ്റാലിയൻ നിയോ മാർക്സിസ്റ്റ് ആയിരുന്നു ആര്? ആന്റോണിയോ ഗ്രാംസി. ഹു റീഡിഫൈൻഡ് മാർക്സിസം. അദ്ദേഹം മാർക്സിസത്തെ റീഡിഫൈൻഡ് ചെയ്തു. മാർക്സിസം എന്ന് പറഞ്ഞാൽ കാറൽ മാർക്സിന്റെ മാർക്സിസം ആശയത്തെ റീഡിഫൈൻഡ് വീണ്ടും നിർവചനം നടത്തിയ ആര്? ആന്റോണിയോ ഗ്രാംസി. ഡ്യൂറിങ് ഹിസ് ഹയർ സ്റ്റഡീസ് ഇൻ ടൂറിൻ ഓഫ് ഇറ്റലി. അദ്ദേഹം ഹയർ സ്റ്റഡി നടത്തിയത് എവിടെയാണ്? ടൂറിൻ ഓഫ് ഇറ്റലിയിലെ ടൂറിൽ വെച്ചാണ് അദ്ദേഹം ഹയർ സ്റ്റഡി നടത്തിയത്. He started speaking regularly in words circles on Marxism. അദ്ദേഹം എപ്പോഴും അദ്ദേഹം എപ്പോഴും ആർക്ക് വേണ്ടിയാണ് സ്പീക്കിംഗ് ശബ്ദമുയർത്തിയത്? He started speaking. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് ശബ്ദമുയർത്തിയത്? മാർക്സിസത്തിന് വേണ്ടിയും റവല്യൂഷൻ വിപ്ലവത്തിന് വേണ്ടിയും പാരീസ് കമ്മ്യൂണൽ ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ റവല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തി. മാർക്സിസത്തിന് വേണ്ടിയും റവല്യൂഷന് വേണ്ടിയും പാരീസ് കോമണിന് വേണ്ടിയും ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ റവല്യൂഷനൊക്കെ വേണ്ടിയിട്ട് ഈ ആന്റോണിയോ ഗ്രാംസി, ഇറ്റാലിയൻ റൈറ്റർ ആയിട്ടുള്ള ആന്റോണിയോ ഗ്രാംസി സ്പീക്കിംഗ് ശബ്ദമുയർത്തി. In 1919 he started a periodical New Order, a weekly review of socialist culture. 1919 അദ്ദേഹം ഒരു പുതിയ പുസ്തകത്തിന് രൂപം കൊടുത്തു. ദ ന്യൂ ഓർഡർ, എ വീക്ക്ലി റിവ്യൂ ഓഫ് സോഷ്യലിസ്റ്റ് കൾച്ചർ എന്ന പേരിൽ. 1919 അദ്ദേഹം രൂപം കൊടുത്ത ഒരു പുതിയ ബുക്കാണ് ദ ന്യൂ ഓർഡർ, എ വീക്ക്ലി റിവ്യൂ ഓഫ് സോഷ്യൽ കൾച്ചർ. ഇത്രയും കാര്യങ്ങള് ഈ ഫോർത്ത് യൂണിറ്റിലെ ആദ്യ ഭാഗമാണ് ഞാൻ എടുത്തത്. അതിൽ ഇൻട്രൊഡക്ഷൻ എന്താ പറഞ്ഞു, സബാൾട്ടൺ എന്താ പറഞ്ഞു, ആന്റോണിയോ ഗ്രാംസി എന്താണെന്നും നമ്മൾ പറഞ്ഞു. അടുത്ത ടോപ്പിക് നമുക്ക് എടുക്കാനുള്ളത് രഞ്ജിത്ത് ഗുഹ ആൻഡ് സബാൾട്ടൺ സ്റ്റഡീസ്. രഞ്ജിത്ത് ഗുഹ എന്ന സോഷ്യോളജിസ്റ്റ് സബാൾട്ടൺ എന്ന് പറഞ്ഞാൽ കീഴാള വർഗത്തെ കുറിച്ച് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിന് അറിയേണ്ടത്. അതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് രഞ്ജിത്ത് ഗുഹ ആൻഡ് സബാൾട്ടൺ സ്റ്റഡി. രഞ്ജിത്ത് ഗുഹ സബാൾട്ടൺ സ്റ്റഡീസ്, അതായത് സബാൾട്ടൺ എന്ന് പറഞ്ഞാൽ കീഴാള ദൗത്യത്തെ കുറിച്ച് രഞ്ജിത്ത് ഗുഹ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, പഠനം നടത്തിയെന്ന്. രഞ്ജിത്ത് ഗുഹ എന്നാട്ടോ. ഇപ്പൊ രഞ്ജിത്ത് ഗുഹ സബാൾട്ടൺ എന്ന് പറഞ്ഞ കീഴാളരെ കുറിച്ച് രഞ്ജിത്ത് ഗുഹ ഒരു പഠനം നടത്തി. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അത് ഏകദേശം ഒരു 7 പാരഗ്രാഫ് വരുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പാരഗ്രാഫുകളാണ് ടീച്ചർ പറയുന്നത്. എല്ലാ പാരഗ്രാഫൊന്നും പറയുന്നില്ല. ഫസ്റ്റ് പാരഗ്രാഫ് വേണം, സെക്കൻഡ് വേണം, തേർഡ് വേണം, അതേപോലെ ഫോർത്ത് വേണം, പിന്നെ ഫിഫ്ത്തും സിക്സ്ത്തും വേണ്ട, 7th മതി. അപ്പൊ അതിൽ വേണ്ട പാരഗ്രാഫുകളാണ് എഴുതിയിട്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ രഞ്ജിത്ത് ഗുഹ ആൻഡ് സബാൾട്ടൺ സ്റ്റഡീസ് ഇവിടെ ശ്രദ്ധിച്ചോളൂ. സബാൾട്ടൺ സ്റ്റഡീസ് വിച്ച് എമർജ്ഡ് ഇൻ ഇന്ത്യ ആസ് എ പോസ്റ്റ് കൊളോണിയൽ തിയറി
ഈസ് അബൌട്ട് റീറൈറ്റിംഗ് ഹിസ്റ്ററി ഓഫ് ദ പീപ്പിൾ. സബാൾട്ടൺ സ്റ്റഡീസ് വിച്ച് എമർജ്ഡ് in India as a post-colonial theory is about rewriting history of the people. അതായത് സബാൾട്ടൺ സ്റ്റഡി ഏത് പഠനവുമായി ബന്ധപ്പെട്ടതാണെന്നാ പറയുന്നത്? കൊളോണിയാന്തര സിദ്ധാന്തവുമായി ഇന്ത്യയിൽ ഉയർന്നു വന്ന കീഴാള പഠനങ്ങൾ ജനങ്ങളുടെ ചരിത്രം പുനരാലേഖനം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് കൊളോണിയൽ തിയറി പറഞ്ഞാൽ കൊളോണിയൽ സിദ്ധാന്തവുമായി ഇന്ത്യയിൽ ഉയർന്നു വന്ന സബാൾട്ടൺ സ്റ്റഡി, കൊളോണിയൽ സിദ്ധാന്തവുമായി ഇന്ത്യയിൽ ഉയർന്നു വന്ന സബാൾട്ടൺ സ്റ്റഡി അഥവാ കീഴാള പഠനം ജനങ്ങളുടെ ചരിത്രം എന്ത് ചെയ്യുന്നു? പുനരലാഖനം, അതായത് റീറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുനഃാവിഷ്കാരണം എന്നൊക്കെ പറയും. പുനഃാവിഷ്കാരം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കൊളോണിയൻ സിദ്ധാന്തവുമായി ഉയർന്നു വന്ന സബാൾട്ടൺ സ്റ്റഡി, കീഴാള പഠനങ്ങൾ ജനങ്ങളുടെ ചരിത്രം റീറൈറ്റിംഗ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദിസ് പ്രൊജക്ട് ഈസ് മോസ്റ്റ്ലി credited to Rajit Guha and his colleagues such as Pardha Chatterjee, David Hardiman, Shahid Amin, Gayandra Pandey, David Arnold, Sumit Sarkar, Deepesh Chakrabarty. അതായത് അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്? ഈ പദ്ധതിക്ക് പ്രധാനമായും ഈ സബാൾട്ടൺ സ്റ്റഡിക്ക് പ്രധാനമായും നമ്മളുടെ രഞ്ജിത്ത് ഗുഹയ്ക്ക് പിന്താങ്ങിയ ആളുകൾ ആരൊക്കെയെന്നാ പറയുന്നത്? ഈ സബാൾട്ടൺ സ്റ്റഡിക്ക് പിന്താങ്ങിയ ആളുകളാണ് രഞ്ജിത്ത് ഗുഹയോടൊപ്പം ഈ കൊളേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹപ്രവർത്തകർ. അപ്പൊ രഞ്ജിത്ത് ഗുഹയോടൊപ്പം സബാൾട്ടൺ സ്റ്റഡിക്ക് പിന്താങ്ങിയ ആളുകളാണ് പർദ ചാറ്റർജി, ഡേവിഡ് ഹാർഡിമാൻ, ഷാഹിദ് അമീൻ, ഗയാന്ദ്ര പാണ്ഡ്യ, ഡേവിഡ് അർണോൾഡ്, സുമിത് സർക്കാർ ആൻഡ് ദീപേഷ് ചക്രബർത്തി. ഇത്രയും ആളുകളാണ് സബാൾട്ടൺ സ്റ്റഡിക്ക് വേണ്ടി ആരുടെയൊപ്പം ചേർന്നത്? ഈ രഞ്ജിത്ത് ഗുഹയുടെ ഒപ്പം ചേർന്നത് എന്നാണ് പറയുന്നത്. അപ്പോ കൊളോണിയാന്തര തിയറിയായി അല്ലെങ്കിൽ കൊളോണിയൽ തിയറിയായി ഇന്ത്യയിൽ ഉയർന്നു വന്ന കീഴാള പഠനങ്ങൾ ജനങ്ങളുടെ ചരിത്രത്തെ എന്ത് ചെയ്യുന്നു? റീറൈറ്റിംഗ് ചെയ്യുന്നു. കൂടാതെ ഈ രഞ്ജിത്ത് ഗുഹയോടൊപ്പം ആരൊക്കെയാണ് ഈ പഠനത്തിന് ചേർന്നത്? ആരൊക്കെയായിരുന്നു? പർദ ചാറ്റർജി, ഡേവിഡ് ഹാർഡിമാൻ, ഷാഹിദ് അമീൻ, ഗയാന്ദ്ര പാണ്ഡ്യ, ഡേവിഡ് അർണോൾഡ്, സുമിത് സർക്കാർ ആൻഡ് ദീപേഷ് ചക്രബർത്തി. The subaltern historiography, the method of studying history is concerned with the history of subaltern people. അതായത് പിന്നെന്താണ് ഇവിടെ പറയുന്നത്? സബാൾട്ടേൺ ഹിസ്റ്റോഗ്രാഫി, കീഴാള ചരിത്രരചന, ചരിത്രം പഠിക്കുന്ന രീതികൾ കീഴാള ജനങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ കീഴാള ചരിത്രരചന, ചരിത്രം പഠിക്കുന്ന രീതികള് ഏതുമായി ബന്ധപ്പെട്ടതാണ്? കീഴാള ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ പറയുന്നു കീഴാള ചരിത്രരചന, ചരിത്രം പഠിക്കുന്ന രീതികൾ കീഴാള ജനതയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. കീഴാള ചരിത്രരചന, ചരിത്രം പഠിക്കുന്ന രീതികൾ കീഴാള ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ഈ സബാൾട്ടൺ സ്റ്റഡി. ഞാൻ ഇതിന്റെ സെക്കൻഡ് പാരഗ്രാഫാണ്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് അക്കോർഡിംഗ് ടു ഗുഹ, ദ subaltern historiography focus on the peasants and tribal movement during colonial period in India, as it has been overlooked by the dominant mainstream elite historiography. അതായത് കൊളോണിയൽ ഇന്ത്യയുടെ ചരിത്രരചനയുടെ ചില വശങ്ങൾ, എന്ന തലക്കെട്ടിലുള്ള അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം വാദിക്കുന്നത്, രഞ്ജിത്ത് ഗുഹ വാദിക്കുന്നത്
ഇന്ത്യൻ ദേശീയതയുടെ ചരിത്ര രചനയിൽ കൊളോണിയൽ ബൂർഷ്വാ ദേശീയവാദികളായ വരേണ്യവർഗങ്ങൾ ആധിപത്യം പുലർത്തിയിരുന്നു എന്നാണ്. അപ്പോ കൊളോണിയലിസത്തില് ആരാണ് ആധിപത്യം പുലർത്തിയിരുന്നത്? കൊളോണിയൽ ബൂർഷ്വാ ദേശീയവാദികളായ വരേണ്യവർഗങ്ങൾ, ഡോമിനന്റ് മെയിൻ സ്ട്രീം. അപ്പോ ഈ രഞ്ജിത്ത് ഗുഹയുടെ ചരിത്ര രചനയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കൊളോണിയൽ ഇന്ത്യയുടെ ചരിത്ര രചനയുടെ ചില വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഗുഹ പറയുന്നു, ഇന്ത്യൻ ദേശീയതയുടെ ചരിത്ര രചനയിൽ കൊളോണിയൽ ബൂർഷ്വാ ദേശീയവാദികളായിട്ടുള്ള വരേണ്യവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന വർഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്? ആധിപത്യം പുലർത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ചരിത്രപരമായ ഇന്ത്യൻ രാഷ്ട്രീയവും ദേശീയതയുടെ അവബോധവും വരേണ്യവർഗങ്ങളുടെ മാത്രം നേട്ടമാണെന്ന ധാരണ നൽകുന്നു. അപ്പോ ഗുഹയുടെ അഭിപ്രായത്തില് നമ്മളുടെ ഹിസ്റ്റോഗ്രാഫി പരിശോധിക്കുകയാണെങ്കിൽ കർഷകരെയും ട്രൈബൽസിനെയും അടിച്ചമർത്തപ്പെടുന്ന വരേണ്യ വർഗങ്ങളാണ് ഇവിടെ നിലകൊണ്ടിരുന്നത് എന്നാണ് ആര് പറയുന്നത്? ഗുഹ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ പിന്നെന്താണ് തേർഡ് പാരഗ്രാഫിൽ പറയുന്നത്? ഗുഹ in his article entitled Some Aspect of the Historiography of Colonial India argues that the historiography of the Indian nationalism was dominated by these elites who were the colonial bourgeoisie nationalists. അപ്പോ സെക്കൻഡ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും കമ്പയർ ചെയ്തിട്ടാണ് നേരത്തെ ടീച്ചർ പറഞ്ഞത്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് ഗുഹ പറഞ്ഞത്? ഗുഹയുടെ അഭിപ്രായത്തില് ഇതിന്റെ ഹിസ്റ്റോഗ്രാഫി പരിശോധിക്കുകയാണെങ്കിൽ പെസൻസിനെയും ട്രൈബൽ മൂവ്മെന്റിനെയും കൊളോണിയൽ കാലഘട്ടത്തില് ഡോമിനേറ്റ് ചെയ്തിരുന്നു. പെസന്റിന്റെ മേലും കർഷകരുടെ മേലും ട്രൈബൽസിന്റെ മേലും ആധിപത്യം പുലർത്തിയിരുന്നു എന്നാണ് ഈ ഗുഹയുടെ ഹിസ്റ്റോഗ്രാഫിയിൽ പറയുന്നത്. തേർഡ് പാരഗ്രാഫിൽ പറയാണ് കൊളോണിയൽ ഇന്ത്യയുടെ ചരിത്ര രചനയുടെ ചില വശങ്ങൾ എന്ന ഗുഹ ഇൻ ആർട്ടിക്കിൾ entitled Some Aspect of the Historiography of Colonial. ഹിസ്റ്റോഗ്രാഫി ഓഫ് കൊളോണിയൽ എന്ന് പറഞ്ഞാൽ എന്താ? കൊളോണിയൽ ഇന്ത്യയുടെ ചരിത്ര രചനയുടെ ചില വശങ്ങൾ എന്ന തലക്കെട്ടിൽ വാദിക്കുന്നത് ഇന്ത്യൻ ദേശീയതയുടെ ചരിത്ര രചനയിൽ കൊളോണിയൻ ബൂർഷ്വാ ദേശീയവാദികളായ വരേണ്യവർഗങ്ങൾ ആധിപത്യം പുലർത്തിയിരുന്നു എന്നാണ്. കൊളോണിയൽ ബൂർഷ്വാസി നാഷണലിസ്റ്റ്. Guha in his article entitled Some Aspect of the Historiography of Colonial India argues that the historiography of Indian nationalism was dominated by these elites who were the colonial bourgeoisie nationalists. അതായത് കൊളോണിയൽ ഇന്ത്യയുടെ ചരിത്ര രചനയുടെ ചില വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഗുഹ വാദിക്കുന്നത് ഇന്ത്യൻ ദേശീയതയുടെ ചരിത്ര രചനയിൽ കൊളോണിയൽ ബൂർഷ്വാ ദേശീയവാദികളായ വരേണ്യവർഗങ്ങൾ കൊളോണിയൽ ബൂർഷ്വാ നാഷണലിസ്റ്റ് പറഞ്ഞാൽ എന്താ? കൊളോണിയൽ ബൂർഷ്വാ ദേശീയവാദികളായിട്ടുള്ള വരേണ്യവർഗങ്ങൾ എന്ത് ചെയ്യുന്നു? ആധിപത്യം പുലർത്തുന്നു എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ രഞ്ജിത്ത് ഗുഹ പറയുന്നത്. അപ്പോ കൊളോണിയൽ ബൂർഷ്വാ ദേശീയവാദികളായിട്ടുള്ള വരേണ്യവർഗങ്ങൾ ആധിപത്യം പുലർത്തുന്നു എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്? രഞ്ജിത്ത് ഗുഹ അഭിപ്രായപ്പെടുന്നത്. ആൻഡ് ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഏത് ഭാഗം എന്ന് നമുക്ക് നോക്കാം. The subaltern approach in studying the peasants and tribal movement in India is an important milestone because it examines the politics of people and in opposition to the politics of the elites. അതിനാൽ ഇന്ത്യയിലെ കർഷകരെയും പിന്നെ ഇത് സബാൾട്ടൻ അപ്രോച്ച് ഈ സ്റ്റഡിങ് പെസൻസ് ആൻഡ് ട്രൈബൽ മൂവ്മെന്റ്. ഇന്ത്യയിലെ കർഷകരെയും, പെസൻസ് എന്ന് പറഞ്ഞാൽ കർഷകർ, ട്രൈബൽ മൂവ്മെന്റ് പറഞ്ഞാൽ ഗോത്ര പ്രസ്ഥാനങ്ങളെയും പഠിക്കുന്നതിൽ കീഴാള സമീപനം ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ. ഇന്ത്യയിലെ കർഷകരെയും ഗോത്ര പ്രസ്ഥാനങ്ങളെയും പഠിക്കുന്നതിൽ കീഴാള സമീപനം
ഒരു പ്രധാന നാഴികക്കല്ലാണ്. കാരണം അത് ജനങ്ങളുടെ രാഷ്ട്രീയത്തെയും വരേണ്യവർഗങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരെയും പരിശോധിക്കുന്നു. അത് ജനങ്ങളുടെ പൊളിറ്റിക്സ് ഓഫ് പീപ്പിൾ, അത് ജനങ്ങളുടെ രാഷ്ട്രീയത്തെയും പൊളിറ്റിക്സ് ഓഫ് ദ എലൈറ്റ് എന്ന വരേണ്യവർഗം, വരേണ്യവർഗത്തിന്റെ അത് ജനങ്ങളുടെ രാഷ്ട്രീയത്തെയും എന്താ ഇവിടെ പറയുന്നത്, അത് ജനങ്ങളുടെ രാഷ്ട്രീയത്തെയും വരേണ്യവർഗങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരായും പരിശോധിക്കുന്നു. അപ്പൊ എന്താണ് ആ 4th പാരഗ്രാഫിൽ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇന്ത്യയിലെ കർഷകരെയും ഗോത്ര പ്രസ്ഥാനങ്ങളെയും പഠിക്കുന്നതിൽ ഇന്ത്യൻ ട്രൈബൽസ് ആൻഡ് പെസൻസ്, ഇന്ത്യയിലെ കർഷകരെയും ഗോത്ര പ്രസ്ഥാനങ്ങളെയും പഠിക്കുന്നതിൽ കീഴാള സമീപനം എന്താണ് എന്നാ പറയുന്നത്, ഒരു മൈൽ സ്റ്റോൺ, ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ആണ്, ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. കാരണം അത് ജനങ്ങളുടെ രാഷ്ട്രീയത്തെയും പീപ്പിൾസിന്റെ പൊളിറ്റിക്സിനെയും, പൊളിറ്റിക്സ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ രാഷ്ട്രീയത്തെയും വരേണ്യവർഗങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരെയും പരിശോധിക്കുന്നു. അതേപോലെ തന്നെ ധനകാരെ എന്താ പറയുന്നത് നോക്കാം. ധനകാരെ 1988 argues for and constructed a two-fold division between the people and the elite. Both are viewed as two dominants of the nationalist movement. ധനകാരെ എന്ത് പറയുന്നു, 1988 ധനകാരെ ജനങ്ങൾക്കും പ്യൂപ്പിൾസിനും എലൈറ്റിനും വരേണ്യവർഗത്തിനും ഇടയിൽ ഒരു ഇരട്ട വിഭജനത്തിനായി വാദിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു. അപ്പോ എന്താണ്, മാത്രല്ല രണ്ടും ദേശീയ പ്രസ്ഥാനത്തിന്റെ 2 മേഖലകളായി കണക്കാക്കപ്പെടുന്നു. ഇപ്പൊ ധനകാരെ 1982 2 ഡിവിഷൻ ആക്കി, ജനങ്ങൾക്കും എലൈറ്റിനും. ജനങ്ങൾ പീപ്പിൾ, സാധാരണ ജനങ്ങൾ, എലൈറ്റ് എന്ന വരേണ്യവർഗം. അപ്പൊ ധനകാരെ 1988 ജനങ്ങൾക്ക് വേണ്ടിയിട്ടും എലൈറ്റ് പറഞ്ഞ വരേണ്യവർഗത്തിന് വേണ്ടിയിട്ടും 2 ഡിവിഷനുകൾ രൂപം കൊടുത്തു. Both are viewed as two dominant of the nationalist movement. മാത്രല്ല ഇത്തരത്തിലുള്ള ഈ 2 വിഭജനങ്ങളും ഇത്തരത്തിലുള്ള 2 വിഭജനത്തിനായി വാദിക്കുകയും രണ്ടും ദേശീയ പ്രസ്ഥാനത്തിന്റെ 2 മേഖലകളായി കണക്കാക്കുകയും ചെയ്തു. രണ്ടും നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ 2 മേഖലകളായി കണക്കാക്കുകയും ചെയ്തു. അപ്പൊ ധനകാരെ 1988 2 രീതിയിൽ തരംതിരിച്ചു, ഡിവിഷൻ ചെയ്തു, ഫോൾഡ് ഡിവിഷൻ ചെയ്തു, പീപ്പിൾ എന്നും എലൈറ്റ് എന്നും. അങ്ങനെ ഈ 2ഉം എന്തിൽ പ്രവർത്തിച്ചു, നാഷണലിസ്റ്റ് മൂവ്മെന്റിൽ പ്രവർത്തിച്ചു. അടുത്തത് 7ാമത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 7ാമത്തെ പാരഗ്രാഫിൽ എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. The subaltern studies project was to create an alternative history, the history of the people. അതായത് കീഴാള പഠന പദ്ധതി ഒരു ബദൽ ചരിത്രം, ജനങ്ങളുടെ ചരിത്രം സൃഷ്ടിക്കുക എന്നതായിരുന്നു. സബാൾട്ടൺ സ്റ്റഡി എന്ന കീഴാള പഠനം. ക്രിയേറ്റ് അൾട്ടർനേറ്റീവ് ഹിസ്റ്ററി, ദ ഹിസ്റ്ററി ഓഫ് ദ പീപ്പിൾ. കീഴാള പഠനം ഒരു ബദൽ ചരിത്രം, അൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന ബദൽ ചരിത്രം. അതേപോലെ തന്നെ പിന്നെന്താണ്, ജനങ്ങളുടെ ഒരു ചരിത്രം സൃഷ്ടിക്കുക എന്നതായിരുന്നു. അപ്പോ കീഴാള പഠനം എന്ന് പറയുന്നത് എന്താണ് അവിടെ ശ്രമിക്കുന്നത്, ജനങ്ങളുടെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് ദ പീപ്പിൾ, ഒരു ബദൽ. അപ്പൊ കീഴാള പഠനം എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്, ഒരു ബദൽ ചരിത്രം, അൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന ഒരു ബദൽ ചരിത്രം. ഏതിന്റെ, ജനങ്ങളുടെ ചരിത്രത്തിന്റെ. അപ്പൊ ജനങ്ങളുടെ ചരിത്രത്തിന്റെ ഒരു ബദൽ ചരിത്രം സൃഷ്ടിക്കുക എന്നതാണ് ഏത് സ്റ്റഡി, സബാൾട്ടൺ സ്റ്റഡി. ഇപ്പൊ സബാൾട്ടൺ സ്റ്റഡി ഒരു ബദൽ ചരിത്രത്തിന് പ്രാധാന്യം കൊടുത്തു, അതാണ് അൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന്. അപ്പൊ ബദൽ ചരിത്രം എന്ന് പറയുമ്പോൾ എന്താണ്, ഹിസ്റ്ററി ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ചരിത്രത്തിന് പ്രാധാന്യം കൊടുത്തു എന്നത് ഉദ്ദേശിക്കാനാണ് എന്ത് പറയുന്നത്, ഒരു ബദൽ ചരിത്രത്തിന് രൂപം കൊടുത്തു എന്ന് പറയുന്നത്. Guha discussion in elementary aspect of the pupil, peasant insurgency in colonial India 1983 and interesting account of the peasant assertion. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്, അതേപോലെ തന്നെ
ഏത് പുസ്തകത്തിലാണ്? ഗുഹ ഡിസ്കഷൻ. ഗുഹ പറയുന്നു എന്ത്? ഗുഹ ഡിസ്കഷൻ എലമെന്ററി ആസ്പെക്ട് ഓഫ് ദ പെസന്റ് ഇൻസർജൻസി ഇൻ കൊളോണിയൽ ഇന്ത്യ 1983. ഇപ്പൊ ഗുഹ ഡിസ്കഷൻ ചെയ്യുന്നു എന്ത്? 19ാം നൂറ്റാണ്ടിലെ കൊളോണിയൽ ഇന്ത്യയിലെ കർഷക കലാപത്തെ കുറിച്ചുള്ള പഠനത്തിൽ കർഷകരുടെ വാദങ്ങൾ ആര് ഡിസ്കഷൻ ചെയ്യുന്നു? ഗുഹ ഡിസ്കഷൻ ചെയ്യുന്നു. 1983 19ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ ഇന്ത്യയിലെ കർഷക കലാപത്തെ കുറിച്ച് ഗുഹ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കഷൻ നടത്തുന്നുണ്ട്. മാത്രല്ല ദ പെസന്റ് കോൺഷ്യസ്നസ് ദയർ മിസ്റ്റിക് വിഷൻ ആൻഡ് റിലീജിയസിറ്റി ആൻഡ് സോഷ്യൽ ബോണ്ട് ഓഫ് ദിയർ കമ്മ്യൂണിറ്റി ഇൻ സ്റ്റഡി ഓഫ് ദ 19th century. അതായത് പിന്നെന്താണ് പറയുന്നത്? കർഷക ബോധം, അവരുടെ നിഗൂഢ ദർശനങ്ങൾ, മതപരമായ കാര്യങ്ങൾ എന്നിവയെ കുറിച്ച് ഒരു വിവരണം ചർച്ച ചെയ്യുന്നു. പെസന്റ് കോൺഷ്യസ്നസ് കർഷകരുടെ അവബോധത്തെ കുറിച്ചും, മിസ്റ്റിക് വിഷൻ ആൻഡ് റിലീജിയസിറ്റി അവരുടെ മതപരമായ കാര്യങ്ങളെ കുറിച്ചും സാമൂഹികപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ 19ാം നൂറ്റാണ്ടില് ആര് ഡിസ്കഷൻ നടത്തുന്നുണ്ട്? ഗുഹ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അപ്പോ ഗുഹ എന്തിനൊക്കെ കുറിച്ചാണ് ഡിസ്കഷൻ നടക്കുന്നത്? അതായത് കൊളോണിയൽ ഇന്ത്യയെ കുറിച്ചും അതേപോലെ തന്നെ പെസന്റ് അസർട്ടേഷൻ കർഷകന്മേലുള്ള ചൂഷണത്തെ കുറിച്ചും, പെസന്റ് കോൺഷ്യസ്നസ് പെസന്റിന്റെ കർഷകരുടെ അവബോധത്തെ കുറിച്ചും, മിസ്റ്റിക് വിഷൻ ആൻഡ് റിലീജിയസിറ്റി അവരുടെ മതപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ 19ാം നൂറ്റാണ്ടില് ഗുഹ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ഇതാണ് 7ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രഞ്ജിത്ത് ഗുഹ ആൻഡ് സബാൾട്ടൺ സ്റ്റഡീസ് എന്ന ടോപ്പിക്കിൽ വേണ്ടത്. കുട്ടികളെ എല്ലാ ഭാഗമൊന്നും പഠിക്കേണ്ട. വേണ്ട പാരഗ്രാഫ് ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ്. സെക്കൻഡും തേർഡും ഞാൻ കമ്പയർ ചെയ്ത് ഒന്നിച്ചിട്ടാട്ടോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് കേൾക്കണേ. സെക്കൻഡും തേർഡും കൂട്ടി കലർത്തിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് നല്ലോണം വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, സെവൻത്ത് ഇത്രയും പാരഗ്രാഫുകളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ ഈ യൂണിറ്റിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡേവിഡ് ഹാർഡിമാൻ സ്റ്റഡി ഓഫ് ദ ദേവി മൂവ്മെന്റ്. ഡേവിഡ് ഹാർഡിമാൻ ദേവി മൂവ്മെന്റിനെ കുറിച്ച് പഠനം നടത്തുന്നു. എന്താണ് പഠനം നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡേവിഡ് ഹാർഡിമാൻ സ്റ്റഡി ഓഫ് ദ ദേവി മൂവ്മെന്റ്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്? ലൈക്ക് രഞ്ജിത്ത് ഗുഹ, ദേവി ഹാർഡിമാൻ ഈസ് ആൾസോ വൺ ഓഫ് ദ കോർ numbers of the subaltern historiography movement in India. അതായത് എന്താണ് ഇവിടെ വ്യക്തമാക്കുന്നത് ചോദിച്ചാല്, ഇന്ത്യയിലെ കീഴാള ചിത്രരചനാ പ്രസ്ഥാനത്തിലെ പ്രധാന അംഗങ്ങളിൽ ഒരാളാണ് രഞ്ജിത്ത് ഗുഹയെ പോലെ തന്നെ ഡേവിഡ് ഹാർഡിമാനും. ഇന്ത്യയിലെ കീഴാള ചരിത്രരചനാ പ്രസ്ഥാനത്തിലെ, അതായത് സബാൾട്ടൻ ഹിസ്റ്റോഗ്രാഫി പറഞ്ഞാൽ എന്താ? കീഴാള ചരിത്രരചനാ പ്രസ്ഥാനം. ഹിസ്റ്റോഗ്രാഫി പറഞ്ഞാൽ ചരിത്രരചന. അപ്പോ സബാൾട്ടൻ ഹിസ്റ്റോറിയോഗ്രാഫി പറഞ്ഞാല് കീഴാള ചരിത്രരചനാ മൂവ്മെന്റ് പ്രസ്ഥാനം. അപ്പൊ കീഴാള ചരിത്രരചനാ മൂവ്മെന്റില് ഒരു നേതൃത്വം കൊടുത്ത രഞ്ജിത്ത് ഗുഹാനെ പോലെ തന്നെ ആരും അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നാ പറയുന്നത്. ഡേവിഡ് ഹാർഡിമാനും അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോ രഞ്ജിത്ത് ഗുഹയെ പോലെ തന്നെ ഡേവിഡ് ഹാർഡിമാനും ഇന്ത്യയിലെ കീഴാള ചരിത്രരചന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു. He focused mainly on the history of South Asia during the colonial period. അതേപോലെ തന്നെ പിന്നെന്താ ഇവിടെ പറയുന്നത്? കൊളോണിയൽ ഭരണത്തിന്റെ സ്വാധീനവും, അതായത് ഈ കൊളോണിയൽ പീരിയഡിന്റെ കാലഘട്ടത്തില് സൗത്ത് ഏഷ്യയിലെ ചരിത്രപരമായ കാര്യങ്ങളായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്.
He focused mainly on the history of South Asia during the colonial period. കൊളോണിയൽ കാലഘട്ടത്തിലെ സൗത്ത് ഏഷ്യയിലെ ചരിത്രപരമായ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞാല് അതായത് സൗത്ത് ഏഷ്യയിലെ ചരിത്രപരമായ കാര്യങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. In this work, he emphasized on the impact of colonial rule on the rural society and their affectation. അതേപോലെ തന്നെ in this work, he emphasized on the impact of colonial rule on the rural society, their affectation. അതേപോലെ ഇതിന്റെ വർക്കിന് ഈ ഒരു സൗത്ത് ഏഷ്യയിലെ ചരിത്രപരമായ കാര്യങ്ങളാണ് ഫോക്കസ് ഇരുന്നത്. അതേപോലെ തന്നെ റൂറൽ സമൂഹത്തിന്റെ പ്രധാന കാര്യങ്ങൾ കൂടി ഇതില് ഉൾപ്പെടുത്തിയിരുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോ കീഴാള വർഗത്തെ കുറിച്ചും അതേപോലെ തന്നെ കീഴാള വർഗത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ രഞ്ജിത്ത് ഗുഹായും ഡേവിഡ് ഹാർഡിമാനൊക്കെ ചരിത്രപരമായിട്ടുള്ള രചനകളില് ഓരോ അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരുന്നത്. പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത് സൗത്ത് ഏഷ്യയിലെ കൊളോണിയൽ പീരിയഡ് കാലഘട്ടത്തിലെ സൗത്ത് ഏഷ്യയിലുള്ള കീഴാള വർഗത്തെ കുറിച്ചാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ സൗത്ത് ഏഷ്യയിലെ റൂറൽ സൊസൈറ്റി ഗ്രാമീണ സമൂഹത്തെ കുറിച്ചും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എഴുതി തയ്യാറാക്കിയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ his analysis of Indian nationalism and independent movement has given insight in understanding the local power structure and nationalism. അതേപോലെ ഇതെവിടെ എന്തൊക്കെയാണ് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്? ഹിസ് അനാലിസിസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യയുടെ ദേശീയതയെ കുറിച്ചും ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തെ കുറിച്ചുമൊക്കെയാണ് ഇവിടെ ലോക്കൽ പവർ സ്ട്രക്ചർ ആൻഡ് നാഷണാലിസം. അതായത് ഇവിടെ കീഴാളരേന് എന്തിനു വേണ്ടിയിട്ടാണ് പ്രചോദനം നൽകിയത്? ഇന്ത്യൻ ദേശീയതയെ കുറിച്ചും സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെയുള്ള അവബോധം, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ അവബോധം കീഴാളരിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ ഒരു ഡേവിഡ് ഹാർഡിമാൻ ചെയ്തിരുന്നത്. His analysis of Indian nationalism and independence movement has given insight in understanding the local power structure and nationalism. അതായത് ലോക്കൽ പവർ സ്ട്രക്ചർ ആൻഡ് നാഷണലിസം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം ഈ ആദിവാസികളേനെ, ഈ കീഴാള വർഗത്തിൽപ്പെട്ടവരേനെ ദേശീയത ഉണർത്തുന്നതിനും സ്വാതന്ത്ര്യബോധം ഉണർത്തുന്നതിനൊക്കെയാണ് ഈ ഡേവിഡ് ഹാർഡിമാൻ ശ്രമിച്ചിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. He examined the role of local peasant activity and Adivasi tribal affectation during the colonial time, especially in Western India. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? അതായത് പിന്നീട് പറയാണ് പടിഞ്ഞാറൻ ഇന്ത്യയിൽ തദ്ദേശീയ കർഷകരുടെ പ്രവർത്തനങ്ങളുടെയും ആദിവാസി വാദങ്ങളുടെയും പങ്ക് അദ്ദേഹം പരിശോധിച്ചു. പടിഞ്ഞാറൻ ഇന്ത്യയിൽ തദ്ദേശീയ കർഷകരുടെ പ്രവർത്തനങ്ങളുടെയും ആദിവാസി വാദങ്ങളുടെയും പങ്കും ആര് പരിശോധിച്ചു? ഡേവിഡ് ഹാർഡിമാൻ പരിശോധിച്ചു. ലോക്കൽ പെസൻസിന്റെ പ്രശ്നങ്ങളെയും ആദിവാസികളുടെ പ്രശ്നങ്ങളെയും ഒക്കെ എവിടെ? വെസ്റ്റേൺ ഇന്ത്യ, പടിഞ്ഞാറൻ ഇന്ത്യയിൽ. അപ്പൊ പടിഞ്ഞാറൻ ഇന്ത്യയില് ലോക്കൽ പെസൻസിന്റെയും ആദിവാസികളുടെയും പ്രശ്നങ്ങൾ ആര് എക്സാമിൻ ചെയ്തു? ഡേവിഡ് ഹാർഡിമാൻ. അതേപോലെ ഗുജറാത്ത് ഡ്യൂറിംഗ് 1922-23 it was ആദിവാസി ട്രൈബൽ മൂവ്മെന്റ്. ഗുജറാത്തിലാണ് ആദ്യമായിട്ട് ആദിവാസി ട്രൈബൽ മൂവ്മെന്റ് രൂപം കൊണ്ടത് 1922-23. ആദിവാസി അഫക്റ്റേഷൻ ഇൻ
സൗത്ത് ഗുജറാത്ത്. ആദിവാസി അസോസിയേഷൻ എവിടെയാണ് രൂപം കൊണ്ടത്? സൗത്ത് ഗുജറാത്തില്. അപ്പൊ ആദ്യമായിട്ട് ആദിവാസികളുടെ ട്രൈബൽ മൂവ്മെന്റിന് രൂപം കൊണ്ടത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 1922-23 ആദിവാസി അസോസിയേഷൻ രൂപം കൊണ്ടത് സൗത്ത് ഗുജറാത്തിലാണ്. ഇനി അതിലെ സെക്കൻഡ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ, എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് പാരഗ്രാഫില് നമുക്ക് the liquor dealers used to pay large amount of money to the government to run distilleries in addition to the license to sell the liquor in the tribal village. അതായത് ആദിവാസി ഗ്രാമങ്ങളിൽ മദ്യം വിൽക്കുന്നതിനുള്ള ലൈസൻസിന് പുറമെ മദ്യവിൽപ്പനശാലകൾ നടത്തുന്നതിന് മദ്യവ്യാപാരികൾ സർക്കാരിന് വലിയ തുക നൽകിയിരുന്നു. മദ്യവിതരണം താഴ്ന്ന ജാതിക്കാരെ, പ്രത്യേകിച്ച് ആദിവാസികളെ അത് പ്രതികൂലമായി ബാധിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനെതിരെയും ആര് രംഗത്ത് വന്നു? ഹാർഡിമാൻ രംഗത്ത് വന്നു. ദ ലിക്കർ ഡീലേഴ്സ് യൂസ്ഡ് ടു പേ ലാർജ് എമൗണ്ട് ഓഫ് മണി ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് അമിതമായ പണം കൊടുത്തുകൊണ്ട് ലിക്കർ ഡീലേഴ്സ്, മദ്യവിൽപ്പന ഡീലേഴ്സ് ഗവൺമെന്റിന് അമിതമായി പണം കൊടുത്തുകൊണ്ട് ട്രൈബൽസിന്റെ ഇടയിൽ എന്ത് വിൽപ്പന നടത്തിയിരുന്നു? ലിക്കർ, മദ്യവിൽപ്പന നടത്തിയിരുന്നു. ഇതിനെതിരെയും ആര് ശക്തമായി പോരാടി എന്നാ പറയുന്നത്? ഡേവിഡ് ഹാർഡിമാൻ. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിക്കർ ബാഡ്ലി എഫക്റ്റഡ് ലോവർ കാസ്റ്റ് പീപ്പിൾ, എക്സ്പെഷ്യലി ആദിവാസി. ഈ ലിക്കറിന്റെ വിതരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആരേനൊക്കെയാണ്? ലോവർ കാസ്റ്റ് പീപ്പിൾ ആയിട്ടുള്ള ആദിവാസികളെയും ലോവർ കാസ്റ്റ് പീപ്പിൾസിനെയും ആദിവാസികളെയുമാണ് ഈ ലിക്കർ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെ ആരെതിർത്തു? ഡേവിഡ് ഹാർഡിമാൻ എതിർത്തിരുന്നു. അപ്പൊ സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ലിക്കറിന്റെ വിതരണം, ഗവൺമെന്റിന് പണം കൊടുത്തുകൊണ്ട് ലിക്കറിന്റെ വിതരണം ലിക്കർ ഡീലേഴ്സ് നടത്തിയിരുന്നു. അത് ഏറ്റവും കൂടുതൽ മാത്രമല്ല അവർക്ക് ലൈസൻസ് നൽകിയിരുന്നു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ വിറ്റിരുന്നത് ആർക്കായിരുന്നു? ട്രൈബൽസിനായിരുന്നു. അതുകൊണ്ട് തന്നെ ലോവർ കാസ്റ്റ് പീപ്പിളും ആദിവാസികൾക്കും അത് വളരെയധികം ബാഡ്ലി എഫക്റ്റ് ആയി. ഇതിനെതിരെ ആര് പോരാടി? ഇതിനെ ആര് എതിർത്തു എന്നാ പറയുന്നത്? ഡേവിഡ് ഹാർഡിമാൻ എതിർത്തിരുന്നു. അടുത്തത് തേർഡ് പാരഗ്രാഫ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കിക്കോളൂ. ദ ആദിവാസി peasants could gradually realize how the liquor barons in their own village are exploiting them, although the field to articulate and protest against such exploitation because of the dominant oppression like liquor. അതായത് ആദിവാസി കർഷകർക്ക് അവരുടെ സ്വന്തം മദ്യവ്യവസായത്തിലെ മദ്യമുതലാളിമാർ എങ്ങനെയാണ് തങ്ങളെ ചൂഷണം ചെയ്യുന്നതെന്ന് ക്രമേണ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ മദ്യം പോലുള്ള പ്രബലമായ അടിച്ചമർത്തലുകൾ കാരണം അത്തരം ചൂഷണങ്ങൾക്കെതിരെ ശബ്ദിക്കാനും പ്രതിഷേധിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ആദിവാസി കർഷകർക്ക്, ആദിവാസി peasant could gradually realize would have liquor barons in their own village are exploiting them. ആദിവാസി കർഷകർക്ക് ഈ ലിക്കർ മുതലാളിമാര് അവരേനെ എത്രത്തോളം എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അതിനെതിരെ, അത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനെതിരെ ഒപ്രഷൻ ചെയ്യാൻ, എതിർക്കാൻ ആർക്ക് കഴിഞ്ഞിരുന്നില്ല? ആദിവാസികൾക്ക് സാധിച്ചിരുന്നില്ല. പക്ഷെ അതിന് ആരാണ് ആദിവാസികൾക്ക് വേണ്ടിയിട്ട് അതിനെതിരെ ശബ്ദമുയർത്തിയത്? ഡേവിഡ് ഹാർഡിമാൻ ആണ് ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയത്. ആദിവാസികൾക്കിടയില് ലിക്കർ മുതലാളിമാര് വൻതുകയ്ക്ക് അവരെ കൊണ്ട് ലിക്കർ വാങ്ങിപ്പിച്ചിരിച്ച് അവര് പണക്കാരാവാൻ ശ്രമിക്കുകയായിരുന്നു. അത്തരം സാഹചര്യത്തിൽ നിന്നും, അത്തരം ചൂഷണത്തിൽ നിന്നും ആദിവാസികളെ സംരക്ഷിക്കാൻ ആര് ശ്രമിച്ചു? നമ്മുടെ ഡേവിഡ് ഹാർഡിമാൻ ശ്രമിച്ചിരുന്നു. ആൻഡ് ഫോർത്ത് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഹാർഡിമാൻ കാള് ദേവി മൂവ്മെന്റ്. അങ്ങനെയാണ് ഹാർഡിമാൻ ഏത് മൂവ്മെന്റിന്? ഈ ലിക്കറിനെതിരെ, ഈ ലിക്കറിന്റെ വിൽപ്പനക്കെതിരെ ഹാർഡിമാൻ രൂപം കൊടുത്തൊരു മൂവ്മെന്റ് ആണ് ദേവി മൂവ്മെന്റ് എന്ന് 1922 ഹാർഡിമാൻ കാള് ദേവി മൂവ്മെന്റ്. ഈ വലിയ ഭൂർഷാസികൾക്കെതിരെയും മദ്യവിൽപ്പനക്കാർക്കെതിരെയും ആദിവാസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ ആദിവാസികളെ കൊണ്ട് അമിതമായ പണം
മേടിച്ചിട്ട് അവർക്ക് അത് വിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്, ലിക്കർ മുതലാളിമാരെ. അതിൽ നിന്നും ആദിവാസികളെ സംരക്ഷിക്കുന്നതിനും മദ്യത്തിൽ അടിമപ്പെടുന്നവരെ അതിൽ നിന്നും റിക്കവർ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ആർഡിമാൻ രൂപം കൊടുത്തൊരു മൂവ്മെന്റ് ആണ് ദേവി മൂവ്മെന്റ് ഇൻ 1922. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കാനും ശ്രമിക്കുക. ഓക്കെ, ഹായ് കുട്ടികളെ. 4th യൂണിറ്റിലെ ബ്ലോക്ക് 1 4th യൂണിറ്റ് അതില് നമ്മള് ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ദ ദളിത് ഓഫ് സബാൾട്ടേൺ BR അംബേദ്കർ. ദളിത് ഓഫ് സബാൾട്ടേൺ BR അംബേദ്കർ. BR അംബേദ്കറുടെ അഭിപ്രായത്തിൽ ദളിതരാണ് കീഴാള വർഗം എന്നാണ് പറയണത്. കാരണം ഒരു ദളിത് കുലത്തിൽ ജനിച്ചത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു ദളിതനാണ് എന്ന് മുദ്രകുത്തി അദ്ദേഹത്തിന്റെ ഗുരു അധ്യാപകൻ അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കി വിടുകയും പള്ളിക്കൂടത്തിന്റെ വരാന്തയിലിരുന്ന് മുറ്റത്തിരുന്ന് അദ്ദേഹം ക്ലാസ് കേൾക്കുകയും ഉണ്ടായി. അന്ന് അദ്ദേഹം ശപഥം ചെയ്തു, എന്ത്? എനിക്ക് ഉന്നതിയിലേക്ക് എത്തണം. അപ്പൊ അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മളുടെ ഭരണഘടന നിർമ്മാണ ശില്പിയുടെ പിതാവായിട്ട് പിന്നീട് ആര് മാറിയത്? ഡോക്ടർ BR അംബേദ്കർ. അത്രയും പരമോന്നത സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ BR അംബേദ്കർ പിന്നീട് അതായത് അദ്ദേഹം 2 ലക്ഷം ആളുകളെ ഒപ്പം ചേർത്തുകൊണ്ട് അദ്ദേഹം ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പോയിരുന്നു. അപ്പൊ ഇവിടെ അദ്ദേഹം എന്താണ് പറയുന്നത്? ദളിത് ഓഫ് സബാൾട്ടേൺ BR അംബേദ്കർ. BR അംബേദ്കറുടെ അഭിപ്രായത്തില് ദളിത് എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് ഒരുപാട് നമുക്ക് ഏകദേശം 7 പാരഗ്രാഫോളം പറയാനുണ്ട്. അതില് ആദ്യത്തെ പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കുറിച്ചിട്ടിട്ടുള്ളത്. BR അംബേദ്കർ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ഓഫ് ഇന്ത്യ ഹു ക്രിറ്റിക്കലി ലുക്ക്ഡ് അറ്റ് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ആൻഡ് ഈസ് റിജിഡിറ്റി. BR അംബേദ്കർ വൺ ഓഫ് ദ മോസ്റ്റ് പൊളിറ്റിക്കൽ തിങ്കർ, ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആയിട്ടും അതേപോലെ തന്നെ ജാതിക്കെതിരെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. BR അംബേദ്കർ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ഓഫ് ഇന്ത്യ ഹു ക്രിറ്റിക്കലി ലുക്ക്ഡ് അറ്റ് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ആൻഡ് ഈസ് റിജിഡിറ്റി. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം, റിജിഡിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്തിനെ ക്രിറ്റിസൈസ് ചെയ്തു? കാസ്റ്റിനെ വിമർശിച്ചിരുന്നു. He took up the issue of Dalit and Adivasi subaltern. അദ്ദേഹം ആദിവാസികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ദളിതർക്ക്, ആദിവാസികളും ദളിതരുമാണ് സബാൾട്ടേൺസ്. സബാൾട്ടേൺസ് എന്ന് പറഞ്ഞാൽ കീഴാള വർഗം. അപ്പോ അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ടിരുന്നത്? ദളിതരായിട്ടുള്ള ആളുകൾക്കും ആദിവാസികൾക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓരോ ഇഷ്യൂസുകൾ ഉണ്ടാക്കിയിരുന്നത്. He studied the impact of caste system upon lower caste people and was best analyzed by him. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തിനെ കുറിച്ചാണ് പഠനം നടത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്തത്? അതായത് കാസ്റ്റ് സിസ്റ്റം, ജാതി സമ്പ്രദായത്തിനെതിരെയാണ് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറയുന്നത്? കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ അദ്ദേഹം പഠനം നടത്തുകയും അനലൈസ് ചെയ്യുകയും ചെയ്തു. Though during the early part of Indian national movement, these issues were not taken to consideration. Being born in a lower caste family, Ambedkar devoted his entire life to fight against the caste system which discriminated and marginalized the Dalit subaltern. ഒരു താഴ്ന്ന ലോവർ കാസ്റ്റിൽ ജനിച്ച അംബേദ്കർ, ഒരു താഴ്ന്ന ഫാമിലിയിൽ, ഒരു ലോവർ കാസ്റ്റ് ഫാമിലിയിൽ ജനിച്ച അംബേദ്കർ ദളിതർക്ക് വേണ്ടി പോരാടുകയും താഴേക്കിടയിലുള്ള ചൂഷണങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. വിച്ച് ഡിസ്ക്രിമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചൂഷിതർക്ക് വേണ്ടി അദ്ദേഹം ഒരു
ഫൈറ്റ്, ഒരു യുദ്ധം തന്നെ നടത്തി എന്നാ പറയുന്നത്. താഴേക്കിടയിലുള്ള ലോവർ കാസ്റ്റ് ആയിട്ടും ദളിതരായിട്ടുമുള്ള സബാൾട്ടന് വേണ്ടി അംബേദ്കർ ഒരു യുദ്ധം തന്നെ നടത്തിയിരുന്നു. ആഫ്റ്റർ ബീയിങ് എഡ്യൂക്കേറ്റഡ് ഇൻ ഫോറിൻ കൺട്രി ഹി ബാക്ക് ടു ഇന്ത്യ ആൻഡ് സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ലോ. അദ്ദേഹം വിദേശ രാജ്യത്ത് പോയിട്ടാണ് എന്ത് ചെയ്തത്? വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഇവിടെ എന്ത് ആരംഭിച്ചു? പ്രാക്ടീസിങ് ലോ, നിയമം ആരംഭിച്ചു, നിയമത്തിന് തുടക്കം കുറിച്ചു. അതുകൊണ്ടാണ് ഭരണഘടന എന്ന നിയമസംഹിത അംബേദ്കർ എഴുതാനുള്ള കാരണം. വിദേശത്ത് പോയി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഇവിടെ നിയമം ആരംഭിച്ചു. ഇൻ 1920 ഫോംഡ് ബഹിഷ്കൃത് ഹിതകർണി സഭ. ബഹിഷ്കൃത് ഹിതകർണി സഭ. ബഹിഷ്കൃത് ഹിതകർണി സഭ എന്ന പേരിൽ ബോംബെയിൽ ദളിതർക്ക് വേണ്ടി അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു 1920. ഹി ഫോംഡ് ബഹിഷ്കൃത് ഹിതകർണി സഭ ഇൻ ബോംബെ ടു പ്രൊമോട്ട് ദ ദളിത് ഇൻട്രസ്റ്റ് ആൻഡ് ടു റിസോൾവ് ദ പ്രോബ്ലം ബൈ പ്ലേസിംഗ് ബിഫോർ ദ ഗവൺമെന്റ്. അപ്പൊ ദളിതരുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ദളിതർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം 1920 ബഹിഷ്കൃത് ഹിതകർണി സഭ എന്ന പേരിൽ ഒരു സംഘടന ബോംബെയിൽ രൂപീകരിച്ചു. മേജർ റൈറ്റിംഗ്സ് ഓഫ് അംബേദ്കർ ആർ. എന്തൊക്കെയാണ് അംബേദ്കറുടെ പ്രധാനപ്പെട്ട റൈറ്റിംഗ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ അൺടച്ചബിൾ ഹൂ ആർ ദേ. തൊട്ടുകൂടാത്തവർ ആരാണ്? ഹൂ. ദ അൺടച്ചബിൾ ഹൂ ആർ ദേ. തൊട്ടുകൂടാത്തവർ ആരാണ്? ഹൂ വേർ ശൂദ്ര. ആരായിരുന്നു ശൂദ്രൻ? സ്റ്റേറ്റ് ആൻഡ് മൈനോറിറ്റി. സംസ്ഥാനങ്ങളും ന്യൂനപക്ഷങ്ങളും. മൈനോറിറ്റി എന്ന ന്യൂനപക്ഷങ്ങൾ. അപ്പൊ സംസ്ഥാനങ്ങളും ന്യൂനപക്ഷങ്ങളും. ഇമാനിസിപ്പേഷൻ ഓഫ് ദ അൺടച്ചബിൾസ്. തൊട്ടുകൂടാത്തവരുടെ വിമോചനം. ഇമാനിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിമോചനം. അൺടച്ചബിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? തൊട്ടുകൂടാത്തവർ. അപ്പൊ തൊട്ടുകൂടാത്തവരുടെ വിമോചനം. അലിനേഷൻ ഓഫ് കാസ്റ്റ്. ജാതി ഉന്മൂലനം. അലിനേഷൻ ചെയ്യാറുണ്ട് എന്താ? ജാതിയെ ഉന്മൂലനം നടക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രധാന റൈറ്റിംഗ്സുകളായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ നന്നായിട്ട് നോട്ട് ചെയ്യുക. ഇനി സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അത്രയും പാരഗ്രാഫുകൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഈ പാരഗ്രാഫിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളും ഏതൊക്കെയെന്നും പ്രത്യേകം നോട്ട് ചെയ്ത് എഴുതിയെടുക്കുക. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയ ടോപ്പിക്കിന്റെ സെക്കൻഡ് പാരഗ്രാഫാണ്. നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? ദ ദളിത് ആർ സബാൾട്ടൻ AR അംബേദ്കർ. ദളിത് ആർ സബാൾട്ടൻ AR അംബേദ്കർ എന്ന ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ സെക്കൻഡ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കുട്ടികളെ ശ്രദ്ധിക്കുക. ദ ദളിത് ആർ സബാൾട്ടൻ AR അംബേദ്കർ. അംബേദ്കറുടെ വീക്ഷണത്തിൽ സബാൾട്ടനെ കുറിച്ചാണ് പറയുന്നത്. ദളിതരെ കീഴാള വർഗം എന്ന് പറയാനുള്ള കാരണമാണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് പാരഗ്രാഫും അതേപോലെ തന്നെ അതിലെ അംബേദ്കറുടെ കുറച്ച് റൈറ്റിംഗ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കി സെക്കൻഡ് പാരഗ്രാഫാണ്. The subaltern group of Dalit is one of the most oppressed and discriminated group of people in Indian society. The subaltern group of Dalit is one of the most oppressed and discriminated group of people in Indian society. ഇന്ത്യൻ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരും ചൂഷിതരായപ്പെട്ടവരും എന്നറിയപ്പെടുന്നത് ആരാണ്? ദളിതരാണ്. അല്ലെങ്കിൽ സബാൾട്ടൻ ഗ്രൂപ്പ് ആയിട്ടുള്ള ദളിതരാണ്. ദ സബാൾട്ടൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കീഴാളവർഗം. കീഴാളവർഗമായിട്ടുള്ള ദളിതരാണ് ഇന്ത്യൻ സമൂഹത്തിൽ എന്തായിട്ട് കാണപ്പെടുന്നത്? ഒപ്രസ്ഡ്, അടിച്ചമർത്തപ്പെട്ടവർ. ഡിസ്ക്രിമിനേറ്റഡ്, ചൂഷിതർ. ഇപ്പൊ ചൂഷിതരായവരും അടിച്ചമർത്തപ്പെട്ടവരുമായിട്ടുള്ള ആളുകളായിട്ടാണ് ആരെ അറിയപ്പെടുന്നത്? ദളിതരെ അറിയപ്പെടുന്നത്. എവിടെ? ഇന്ത്യൻ സമൂഹത്തിൽ. ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയിലെ ദളിതരേനെ ഏത് രീതിയിലാണ് അറിയപ്പെടുന്നത്? The subaltern group of Dalit is one of the most oppressed and discriminated group of people in Indian society.
According to B.A. Ambedkar, in the subaltern community are those which are discriminated by the dominant caste. According to B.A. Ambedkar, B.A. അംബേദ്കറുടെ അഭിപ്രായത്തിൽ the subaltern communities എന്ന് പറയുമ്പോൾ ആരാണ്? കീഴാള വർഗം എന്ത് ചെയ്യപ്പെടുന്നു? ഡിസ്ക്രിമിനേറ്റഡ് ബൈ ദ ഡോമിനന്റ് കാസ്റ്റ്. അവരേനെ ചൂഷണം ചെയ്തു. ആരെ? ഡോമിനന്റ് കാസ്റ്റ്. ഡോമിനന്റ് കാസ്റ്റ് പറഞ്ഞ ആരാ? ഡോമിനൻസ് എന്ന് പറയുന്നത് ആധിപത്യം പുലർത്തുന്നവർ. ഡോമിനന്റ് കാസ്റ്റുകൾ, ആധിപത്യം പുലർത്തുന്ന ജാതിക്കാർ, കാസ്റ്റുകൾ ആരെ ചൂഷണം ചെയ്തു? കീഴാള വർഗത്തെ അഥവാ നമ്മളുടെ ദളിതരേനെ, കീഴാള വർഗം അഥവാ ദളിതരേനെ ചൂഷണം ചെയ്തു എന്നാണ് ആരുടെ അഭിപ്രായം? B.R. അംബേദ്കറുടെ അഭിപ്രായം. B.R. അംബേദ്കർ. അപ്പോ ഡോക്ടർ B.R. അംബേദ്കറുടെ അഭിപ്രായത്തിൽ സബാൾട്ടൻ കമ്മ്യൂണിറ്റി ആർ ദോസ് വിച്ച് ആർ ഡിസ്ക്രിമിനേറ്റഡ് ബൈ ദ ഡോമിനന്റ് കാസ്റ്റ്. സബാൾട്ടൻ കമ്മ്യൂണിറ്റിയെ ചൂഷണം ചെയ്തു ആരെ? ഡോമിനന്റ് കാസ്റ്റ്. In general, the lower caste people are referred to as Dalit as per the Varna system of Hindu society. ഇങ്ങനെ ഇവിടെ എന്താ പറയുന്നത്? ഇൻ ജനറൽ ലോവർ കാസ്റ്റ് പീപ്പിൾ ആർ റെഫേർഡ് ടു ആസ് ദളിത്. ലോവർ കാസ്റ്റ് പീപ്പിളിൽ റെഫർ ചെയ്യപ്പെട്ട എഴുതപ്പെട്ടവർ ആരാണ്? ദളിതരാണ്. കാരണം ആസ് പെർ ദ വർണ്ണ സിസ്റ്റം. വർണ്ണ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നിറത്തിന്റെ പേരിലുള്ള സമ്പ്രദായത്തിൽ എഴുതപ്പെട്ടവരായി കണക്കാക്കപ്പെടുന്നത് ആരേനെയാണ്? ദളിതരെയാണ്. Of Hindu society, but in common political understanding and discourse, the scheduled caste people designated as the Dalit. അതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പേരിലാണ് ആരെ അറിയപ്പെടുന്നത്? ദളിതരെ അറിയപ്പെടുന്നത്. അപ്പോ ലോവർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റും ഉണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബും ഉണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് പറഞ്ഞാൽ ആരാണ്? ദളിത് വിഭാഗം. ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞാൽ ആരാണ്? SC ആൻഡ് ST. SC എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അവരാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ. ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരെ. അങ്ങനെ ഒരു രീതിയിൽ തരം തിരിച്ചിരുന്നു കോമൺ ആയിട്ട് രാഷ്ട്രീയപരമായിട്ട് ഈ ഒരു ജാതി സമ്പ്രദായത്തെ, ഇന്ത്യൻ സൊസൈറ്റിയുടെ ജാതി സമ്പ്രദായത്തെ എങ്ങനെ തരംതിരിച്ചു? ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നും ഷെഡ്യൂൾഡ് ട്രൈബ് എന്നും തരംതിരിച്ചിരുന്നു. അതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുന്നവരാണ് ആരെ? ദളിതരെ. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഉൾപ്പെടുന്നവരാണ് ആരെ? ദളിതർ. The term scheduled caste was first used by the British colonial government through the Government of India Act 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കൊളോണിയൽ ഗവൺമെന്റ് ആണ് the term scheduled caste എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. The term scheduled caste was first used by the British colonial government. The Government of India Act 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യമായി യൂസ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു. ഗാന്ധിജി കാൾഡ് ദം ഹരിജൻ, മീനിങ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഗാന്ധിജി എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റിന്? അപ്പൊ മക്കളെ, ഒരിക്കലും ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ഈ ദളിതരെ തരം താഴ്ത്താനല്ല, അവരേനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് SC ആൻഡ് ST എന്ന പദം ഉപയോഗിച്ചത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ദളിതരേക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. മാത്രല്ല, നമ്മുടെ ഗാന്ധിജി, മഹാത്മാഗാന്ധിജി ഏത് പേരിലാ ഇവര് ദളിതരെ വിളിച്ചത്? ഹരിജൻസ്. ഹരിജനം. ഹരിജനം എന്ന് പറഞ്ഞാല് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഹരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു. മഹാവിഷ്ണുവിനെ നമ്മള് ഹിന്ദു സമ്പ്രദായത്തില് മഹാവിഷ്ണുവിനെ ഹരി എന്നാ പറയാ. ഹരിയുടെ മക്കൾ, ദൈവത്തിന്റെ മക്കളാണ് ഹരിജനം. അപ്പൊ ഗാന്ധിജിയുടെ ഒപ്പീനിയൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ആരാണ് എന്നാണ്? ഹരിജനം അഥവാ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കൾ.
ഇപ്പൊ ദൈവത്തിന്റെ മക്കളാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ആരുടെ ഒപ്പീനിയൻ ആണത്? ഗാന്ധിജിയുടെ. The Dalits are sometimes referred by such news as exterior caste, outcast, depressed classes, scheduled caste, Harijan, ex-untouchable. അതുകൊണ്ട് തന്നെ ദളിതരെ നമ്മുടെ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? എക്സ്റ്റീരിയർ ക്ലാസ്. എക്സ്റ്റീരിയർ ക്ലാസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ക്ലാസ്. ഔട്ട് ക്ലാസ്. ഔട്ട് ക്ലാസ് എന്ന് പറഞ്ഞാലും പുറത്തേക്കുള്ള ജാതി. ഡിപ്രസ്ഡ് ക്ലാസ്, ചൂഷിതരായിട്ടുള്ള വർഗം. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഹരിജൻ, എക്സ് അൺടച്ചബിൾ എന്നീ പേരിലൊക്കെ ആരെ അറിയപ്പെടുന്നുണ്ട്? ദളിതരെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ കുട്ടികളെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നത് ആരേനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്? ദളിതരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഗാന്ധിജി ദളിതരേനെ ഏത് പേരിലാ വിളിച്ചത്? ഹരിജനം. ഹരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു, മഹാവിഷ്ണുവിന്റെ ജനം, ദൈവത്തിന്റെ മക്കൾ, ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറയും. ചിൽഡ്രൻ ഓഫ് ഗോഡ്. അതേപോലെ തന്നെ ദളിതരേനെ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്ന അവിടെ പറയുന്നത്? എക്സ്റ്റീരിയർ കാസ്റ്റ്, ഔട്ട് കാസ്റ്റ്, ഡിപ്രസ്ഡ് ക്ലാസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഹരിജൻ, എക്സ് അൺടച്ചബിൾ എന്നീ പേരുകളിലൊക്കെ ആരെ അറിയപ്പെടും? നമ്മളുടെ ദളിതരേനെ, താഴ്ന്ന ലോവർ കാസ്റ്റിനെ അറിയപ്പെടുന്നു. അതിൽ വരുന്ന 3rd പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അംബേദ്കർ ഡിഫൈൻസ് Dalithood has a kind of life condition that characterizes the exploitation, suppression, marginalization Dalit people by the social, economic, cultural and political domination of the upper caste by Brahmanical ideology. ബ്രാഹ്മണിക്കൽ ഐഡിയോളജി, അപ്പർ കാസ്റ്റുകളായിട്ടുള്ള ബ്രാഹ്മണിക്കൽ ഐഡിയോളജി പ്രകാരം അംബേദ്കർ ഡിഫൈൻ ചെയ്യാണ് ദളിതരേനെ. അംബേദ്കർ ഡിഫൈൻ Dalithood has a kind of life condition that characterizes the exploitation. ദളിതരുടെ ജീവിതം എങ്ങനെയാണ് എന്നാണ് അംബേദ്കർ ഡിഫൈൻ ചെയ്യുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷിതരും, സപ്രഷൻ, അടിച്ചമർത്തപ്പെടുന്നവരും, മാർജിനലൈസേഷൻ ഓഫ് ദ ദളിത് പീപ്പിൾ. ഏതൊക്കെ കാര്യങ്ങളിലെ? സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ, പൊളിറ്റിക്കൽ ഡോമിനേഷൻ. അപ്പോ സാമൂഹികമായും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായിട്ടും ചൂഷിതരും അടിച്ചമർത്തപ്പെട്ടവരും മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവരുമാണ് ദളിതര് എന്ന് ആര് പറയുന്നു? അംബേദ്കർ പറയുന്നു. എന്നാൽ ഇതിന്റെയൊക്കെ ആധിപത്യം ആരിലാണ്? അപ്പർ കാസ്റ്റ് ബ്രാഹ്മണിക്കൽ ഐഡിയോളജി. എന്നാൽ ഇതിന്റെയൊക്കെ മേലുള്ള ആധിപത്യം എന്ന് പറയുന്നത് ബ്രാഹ്മണരിൽ മാത്രമാണ്. നമ്മളുടെ താഴേക്കിടയിലുള്ള ദളിതർ ഏതൊക്കെ കാര്യങ്ങളില് ചൂഷണം ചെയ്യപ്പെടുന്നു? സാമൂഹികപരമായും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടൊക്കെ എക്സ്പ്ലോയിറ്റേഷനും ഡിപ്രഷനും സപ്രഷനും മാർജിനലൈസേഷനും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ മുകളിൽ ഈ എക്കണോമിക്കൽ ആയിട്ടായാലും കൾച്ചർ ആയാലും പൊളിറ്റിക്കൽ ആയാലും അതിന്റെയൊക്കെ ഡോമിനേഷൻ ആരിലാണ് എന്നാ പറയുന്നത് അംബേദ്കർ? ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയിലാണ്. ബ്രാഹ്മണരാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങളിൽ ആധിപത്യം പുലർത്തുന്നത്. അതാണ് 3rd പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്തത് 4th പാരഗ്രാഫ്. One of the important concepts introduced by Ambedkar related between inequality and graded inequality. One of the important concepts introduced by Ambedkar related between inequality and graded inequality. അംബേദ്കറിന്റെ ആശയത്തിൽ അസമത്വത്തെ 2 രീതിയിലാണ് തരംതിരിക്കുന്നത്. One of the important concept introduced by Ambedkar related between. അംബേദ്കറുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ 2 ആശയങ്ങളുണ്ട്. ഇന്നീക്വാലിറ്റി ആൻഡ് ഗ്രേഡഡ് ഇന്നീക്വാലിറ്റി. അസമത്വവും പിന്നെ എങ്ങനെ ഗ്രേഡഡ് ആയിട്ടുള്ള അസമത്വവും. He differentiates between inequality and graded inequality. Inequality can be seen in various forms like. എന്തൊക്കെയാണ് ഇന്നീക്വാലിറ്റിയും ഗ്രേഡഡ് ഇന്നീക്വാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇന്നീക്വാലിറ്റിയും
ഗ്രേഡഡ് ഇൻഈക്വാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ്? ഇൻഈക്വാലിറ്റി ക്യാൻ ബി സീൻ ഇൻ വേരിയസ് ഫോംസ് ലൈക്ക് സ്കിന്ന്, കളറ്, റേഷ്യല്, ഒക്യുപേഷണൽ, വർക്ക് ഓഫ് ഡിഫറൻസ്. അപ്പൊ ഇൻഈക്വാലിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാ? സ്കിൻ തൊലിയുടെ കാര്യത്തില്, കളർ നിറത്തിന്റെ കാര്യത്തില്, അതേപോലെ തന്നെ റേഷ്യൽ വംശത്തിന്റെ കാര്യത്തില്, ഒക്യുപേഷണൽ തൊഴിലിന്റെ കാര്യത്തില്, വർക്ക് ഡിഫറൻസ് ഇതിന്റെ അപ്പൊ ഒക്യുപേഷണൽ വർക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെയിം ആട്ടോ. ഇതിന്റെയൊക്കെ കാര്യത്തിലുള്ള അസമത്വത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇൻഈക്വാലിറ്റി എന്നറിയപ്പെടുന്നത്. അംബേദ്കർ രണ്ട് രീതിയിലാണ് തരംതിരിച്ചത്, ഇൻഈക്വാലിറ്റി എന്നും ഗ്രേഡഡ് ഇൻഈക്വാലിറ്റി എന്നും. ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ്? സ്കിന്ന്, കളറ്, റേഷ്യല്, ഒക്യുപേഷണൽ ആൻഡ് ഓർ വർക്ക് ഡിഫറൻസസ്. The black and white color difference and common western society, these are known as racial differences. എന്താണ് റേഷ്യോ? വാട്ട് ഈസ് മീൻ ബൈ റേഷ്യൽ ഡിഫറൻസസ്? അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കറുത്തവരെന്നും വെളുത്തവരുമെന്നും ഉള്ള ഒരു വ്യത്യാസം എവിടെ നിലനിന്നിരുന്നു? വെസ്റ്റേൺ സൊസൈറ്റി, ആഫ്രിക്കൻ പോലെയുള്ള വെസ്റ്റേൺ കൺട്രികളില് എന്ത് നിലനിന്നിരുന്നു? കറുത്ത വർഗക്കാരെന്നും വെളുത്ത വർഗക്കാരെന്നുള്ള വ്യത്യാസം നിലനിന്നിരുന്നു. അതിനറിയപ്പെടുന്ന പേരാണ് റേഷ്യൽ ഡിഫറൻസസ്. അതാണ് ഏത്? റേഷ്യൽ, വംശീയപരമായ വ്യത്യാസം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് such inequality based on skin color, race and occupational or work difference are various forms inequality but graded inequality. സെയിം ഇതിനെ നമുക്ക് എന്തായിട്ടും പറയാം? ഗ്രേഡഡ് ഇൻഈക്വാലിറ്റി എന്ന് പറയാം. ഗ്രേഡഡ് ഇൻഈക്വാലിറ്റി എന്ന് പറയുന്നതും ഇൻഈക്വാലിറ്റി അറിയുന്നതും ഒന്ന് തന്നെയാണ്. സ്കിന്നിന്റെ കാര്യത്തിലും, കളറിന്റെ കാര്യത്തിലും, റേസ് വംശത്തിന്റെ കാര്യത്തിലും, ഒക്യുപേഷനിന്റെ കാര്യത്തിലും, വർക്ക് ഡിഫറൻസിന്റെ കാര്യത്തിലും ഒക്കെ ഉണ്ടാകുന്ന വ്യത്യാസത്തെ തന്നെയാണ് ഇൻഈക്വാലിറ്റി അഥവാ ഗ്രേഡഡ് ഇൻഈക്വാലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 4th പാരഗ്രാഫിലൂടെ നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. അപ്പോ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ഇത് നിങ്ങൾ ഫോൺ സൂം ചെയ്തതിന് ശേഷം ഈ കാര്യങ്ങൾ മാത്രം എഴുതിയെടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ഇതിലൊരു പാരഗ്രാഫും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫസ്റ്റ് സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4th യൂണിറ്റ് കഴിയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ 4th പാരഗ്രാഫിന് ശേഷം 5th ആണ് ഇനി പറയാനുള്ളത്. ദളിത് സബാൾട്ടേൺ AR അംബേദ്കർ, അതായത് ദളിതരെ എന്തുകൊണ്ടാണ് കീഴാളവർഗം എന്ന് പറയുന്നത് എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ അംബേദ്കറുടെ അഭിപ്രായമൊക്കെയാണ് ഇവിടെ അനലൈസ് ചെയ്തിരുന്നത്. അതിൽ 4 പാരഗ്രാഫ് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 5th പാരഗ്രാഫും 6th പാരഗ്രാഫുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 5th എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. According to Ambedkar, the caste system in India is a unique form of graded inequality where except Shudra and untouchable, the rest enjoy privilege according to their hierarchical social status in the traditional social structure. അതായത് അക്കോർഡിംഗ് ടു അംബേദ്കറുടെ അഭിപ്രായത്തിൽ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് എ യുണീക്ക് ഫോം ഓഫ് ഗ്രേഡഡ് ഇൻഈക്വാലിറ്റി. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് പറയുന്നത്? ഒരു ഗ്രേഡഡ് ഇൻഈക്വാലിറ്റി ആണ്. കാരണം ശൂദ്രാസ് ആൻഡ് അൺടച്ചബിൾ, ശൂദ്രാസ് എന്നാണ് അവരെ അറിയപ്പെടുക, അൺടച്ചബിൾ തൊട്ടുകൂടാത്തവർ. മാത്രമല്ല the rest enjoy privileges according to hierarchical social status in the traditional social structure. ഒരു പരമ്പരാഗത സാമൂഹിക ഘടന എപ്പോഴും ആർക്കാണ് പ്രാധാന്യം കൊടുക്കുക? ഹയറാർച്ചിക്കൽ. ഹയറാർച്ചിക്കൽ എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിക്കാർക്ക്. ഒരു പരമ്പരാഗത സാമൂഹിക ഘടന എപ്പോഴും ഉയർന്ന ജാതിക്കാരെ പിന്തുണയ്ക്കുകയും എന്നാൽ ഗ്രേഡഡ് ഇൻഈക്വാലിറ്റി എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ശൂദ്രാസും അൺടച്ചബിളും. ശൂദ്രാസ് ആൻഡ് അൺടച്ചബിൾ, ശൂദ്രരും നമുക്കറിയാം 4 വർണ്ണങ്ങളാണുള്ളത്: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിലെ ശൂദ്രരെ തൊട്ടുകൂടാത്തവർ എന്നാണ് പറയുക. അവരാണ് ഇൻഈക്വാലിറ്റി
ഗ്രേഡഡ് ഇൻഈക്വാലിറ്റി ആയിട്ടുള്ളവർ. എന്നാലേ സമൂഹത്തില് ഉയർന്ന പദവിയിൽ നിൽക്കുന്നത് എപ്പോഴും ഹയറാർക്കി പറഞ്ഞാൽ ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്നത് എപ്പോഴും ഉയർന്ന ജാതിക്കാരാണ് എന്നാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി തരുന്നത്. ബ്രാഹ്മിൻസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ അസ്ക്രൈബ്ഡ് കാസ്റ്റ് ഹയറാർക്കി enjoys the absolute definite of the caste ideology. ജാതി ആശയപ്രകാരം കാസ്റ്റ് ഐഡിയോളജി പ്രകാരം ബ്രാഹ്മിൻസ് ആണ് എപ്പോഴും സമൂഹത്തിലെ ഹയറാർക്കി എന്ന ശ്രേണിയുടെ ഉയർന്ന തട്ടിൽ നിന്ന് നിൽക്കുന്നതും എൻജോയ് ഇവിടെ ആധിപത്യം സന്തോഷം കണ്ടെത്തുന്നതൊക്കെ എപ്പോഴും ആരാണ്? ബ്രാഹ്മിൻസ് ആണ്. Brahmins at the top of the ascribed caste hierarchy enjoy absolute benefit of the caste ideology. ഇതാണ് 5th പാരഗ്രാഫിൽ പറയാനുണ്ടായിരുന്നത്. ഇനി 5th 6ാമത്തെ പാരഗ്രാഫിൽ വരുന്ന ഭാഗമാണ്. അംബേദ്കർ ഈസ് ക്വയറ്റ് ക്രിറ്റിക്കൽ ഓഫ് ദ വർക്കിംഗ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ദ പ്രോസസ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ലോവർ കാസ്റ്റ് എക്സ്പെഷ്യലി ഓഫ് ദ ദളിത്. എപ്പോഴും അംബേദ്കറിന്റെ അഭിപ്രായത്തിൽ അംബേദ്കർ ആരെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്? അംബേദ്കർ ഈസ് ക്വയറ്റ് ക്രിറ്റിക്കൽ ഓഫ് വർക്കിംഗ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയെ അംബേദ്കർ വിമർശിക്കുകയും ദ പ്രോസസ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ലോവർ കാസ്റ്റ് എക്സ്പെഷ്യലി ഓഫ് ദ ദളിത് വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാരാണ് എപ്പോഴും ഒറ്റപ്പെടലും ഡിസ്ക്രിമിനേഷൻ വിവേചനവും അനുഭവിക്കുന്നത്. ജാതി വ്യവസ്ഥയെ അംബേദ്കർ വിമർശിക്കുകയും എപ്പോഴും ദളിത് വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിതരാണ് എക്സ്ക്ലൂഷൻ ഒറ്റപ്പെടുകയും ചൂഷണം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത്. ഹി വാസ് വെരി ക്രിറ്റിക്കൽ ടു ഈവൻ ഗാന്ധിജി. അംബേദ്കർ ഗാന്ധിജിയെ പോലും വിമർശിക്കുന്നുണ്ട്. ഗാന്ധിജിയെ പോലും അംബേദ്കർ വിമർശിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ പോലും അംബേദ്കർ വിമർശിക്കാനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. കാരണം ഏതൊരു സാഹചര്യത്തിലും ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ് ദളിതർ എന്ന് പറയുന്നു. അവരാണ് എപ്പോഴും ഒറ്റപ്പെടുന്നവർ. മാത്രല്ല ജാതി വ്യവസ്ഥയുടെ പ്രവർത്തനത്തെയും ദളിതരുടെ സാമൂഹികമായ ഒഴിവാക്കലിനെയും വിവേചനത്തെയും അംബേദ്കർ വിമർശിക്കുകയും മാത്രമല്ല പിന്നെന്താണ് വർണ്ണത്തിനും മതസ്ഥാപനങ്ങൾക്കും ജാതീയമായി യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. വർണ്ണത്തിനും മതസ്ഥാപനങ്ങൾക്കും ജാതീയപരമായിട്ട് യാതൊരു റിലേഷൻ ഇല്ല എന്നും ആര് വ്യക്തമാക്കുന്നു? ഹി വാസ് വെരി ക്രിറ്റിക്കൽ ടു മാത്രല്ല അദ്ദേഹം ആരെ വിമർശിക്കുന്നു ചെയ്യുന്നുണ്ട്? ഗാന്ധിജിയെ. അപ്പൊ അംബേദ്കർ ആരെ വിമർശിച്ചു എന്നാണ്? ഗാന്ധിജിയുടെ ആശയത്തെ പോലും അദ്ദേഹം വളരെ വിമർശനാത്മകമായി വിമർശിച്ചു. ഗാന്ധിജിയുടെ അഭിപ്രായത്തെ പോലും അംബേദ്കർ വളരെ വിമർശനാത്മകമായി വിമർശിച്ചു. പൂർവികരുടെ വിളി പിന്തുടർന്ന് നമ്മുടെ ആഹാരം എങ്ങനെ സമ്പാദിക്കണമെന്ന് വർണ്ണ നിയമം പഠിപ്പിക്കുന്നു. അത് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മുടെ കടമകളുമാണ് നിർവചിക്കുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ ആശയത്തെ പോലും അംബേദ്കർ വാസ് വെരി ക്രിറ്റിക്കൽ ഈവൻ ഗാന്ധിജി ഐഡിയ വർണ്ണ ആൻഡ് റിലീജിയസ്. ഗാന്ധിജിയുടെ ആശയമായിട്ടുള്ള വർണ്ണത്തെയും അതേപോലെ തന്നെ റിലീജിയസ് മതപരമായ കാര്യങ്ങളെ പോലും അംബേദ്കർ വിമർശിച്ചിരുന്നു. ദ ലോ ഓഫ് വർണ്ണ ടച്ച് ഹൗ ടു ഈവൻ അവർ ബ്രെഡ് ബൈ ഫോളോവിങ് ancestral calling and it define not our right but our duties. അതായത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം പൂർവികരുടെ പാത പിന്തുടർന്ന് നമ്മുടെ ആഹാരം എങ്ങനെ സമ്പാദിക്കാമെന്ന് വർണ്ണ നിയമം പഠിപ്പിക്കുന്നു. അത് നമ്മുടെ അവകാശങ്ങളെ മറിച്ചല്ല നമ്മുടെ കടമകളെയാണ് നിർവചിക്കുന്നത്. ഇപ്പൊ പൂർവികരുടെ പാത പിന്തുടർന്ന് എങ്ങനെ പിന്തുടർന്ന് നമ്മുടെ ആഹാരം ബ്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ആഹാരത്തെയാണ്. ആഹാരം എങ്ങനെ സമ്പാദിപ്പിക്കാമെന്ന് വർണ്ണ നിയമം പഠിപ്പിക്കുന്നു. അത് നമ്മുടെ അവകാശങ്ങളെ കുറിച്ചല്ല നമ്മുടെ കടമകളെ കുറിച്ചാണ് നിർവചിക്കുന്നത് എന്നാണ് ഇവിടെ അംബേദ്കർ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കില്. അതായത്
ദ ദളിത് ആ സബാൾട്ടൻ BR അംബേദ്കർ എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് എടുത്തു തന്നത് 6 പാരഗ്രാഫോളം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ പാരഗ്രാഫത്തെയും വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതി കാണിച്ചു തന്നിരുന്നത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ലെക്ചറായി നോട്ട് എഴുതിയെടുക്കുക, ടെക്സ്റ്റ് ബുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശരി.